നമ്മുടെ വീഡിയോ പണ്ടൊട്ടേ കാണുന്നവർക്ക് അറിയായിരിക്കും. നമ്മുടെ കുഞ്ഞാപ്പനെ നമ്മൾ അകത്തിട്ട് വളർത്താറില്ല, മാക്സിമം പുറത്ത് തന്നെയാണ് ഇട്ട് വളർത്താറ്. അപ്പോൾ കുഞ്ഞാപ്പന് ഭയങ്കര ഇഷ്ടമാണ് അകത്ത് കയറാനായിട്ട്. അപ്പോൾ കുഞ്ഞാപ്പൻ നമ്മൾ അകത്ത് കയറുകയാണെങ്കിൽ തന്നെ നമ്മൾ കൈ കൊണ്ട് എടുത്ത് പുറത്താക്കാറാണ് പതിവ്. പിന്നെ കുഞ്ഞാപ്പനെ എടുക്കണമെന്നൊന്നും വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് കുഞ്ഞാപ്പു. അപ്പം ഈ കുഞ്ഞാപ്പു ആണെങ്കിൽ അങ്ങനെ കടിക്കുക മാന്തി അങ്ങനെയുള്ളൊരു സ്വഭാവമുള്ള ഒരാളേ അല്ല കുഞ്ഞാപ്പു. അപ്പം ഞാൻ കുളിക്കാനായിട്ട് തോർത്തെടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയി. ആ സമയത്ത് കുഞ്ഞാപ്പ് കയറി. അപ്പം ഞാൻ എന്ത് ചെയ്തു, കുഞ്ഞാപ്പിനെ എടുത്തിട്ട് പുറത്താക്കാൻ നോക്കിയപ്പോൾ കുഞ്ഞാപ്പിനെ പുറത്ത് പോവണ്ട എന്നുള്ളൊരു പരാക്രമം കൊണ്ട് അകത്ത് കയറാനായിട്ട് കുഞ്ഞാപ്പ് എടുത്ത സമയത്ത് എൻ്റെ കൈമേ കുഞ്ഞാപ്പിൻ്റെ കൈ വെച്ചു. അപ്പോൾ ചെറിയൊരു കോറൽ വന്നു. ആൾക്ക് പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കൈമ വെച്ചതെങ്കിലും എൻ്റെ കൈമ ചെറിയൊരു കോറൽ വന്നു. ആ ചുവപ്പ് കളർ മെയിനായിട്ട് എടുത്ത് കാണിക്കുന്നത് വേറൊന്നുമല്ല, അത് ആ ഇഞ്ചക്ഷൻ്റെ ആ ഒരു ഇതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് ഞാൻ നേരെ ഹോസ്പിറ്റലിൽ പോയി, ജില്ലയിൽ കണ്ടുപോയി പപ്പേനെ വിളിച്ചിട്ട്. എന്നിട്ട് കുറേ ഇഞ്ചക്ഷൻ കിട്ടി, കൈമ കിട്ടി, കാലുമ കിട്ടി, ലെഫ്റ്റ് ഹാൻഡുമ്മ 3 ഇഞ്ചക്ഷൻ കിട്ടി, പിന്നെ തൊടയമ്മ 2 കിട്ടി. എന്നിട്ട് ഒരു 12 മണിയൊക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമായപ്പോൾ എനിക്ക് തൊട 2 അനക്കാൻ പറ്റണമായിരുന്നു, നടക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇന്നത്തേക്ക് ഏകദേശം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ എനിക്ക് ഛർദി വന്നു ഗൈസ്. ഛർദി അങ്ങോട്ട് വിട്ട് പോകണമെന്നില്ല, എന്നാലും കുറവൊന്നുമില്ല. അപ്പം അമ്മ പറഞ്ഞു ഇപ്പം 2 വർഷം ഛർദ്ദിച്ചു. അപ്പം അമ്മ പറഞ്ഞു 2 വർഷം ഛർദ്ദിച്ചതിന് ഇപ്പം തന്നെ ഗുളിക കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ ഗുളിക കഴിക്കാനിരിക്കാനുണ്ടോ. അപ്പം എന്നാലും ഒരു സുഖമൊന്നുമില്ല എനിക്ക് വല്ലാണ്ട്. അപ്പോൾ ഏകദേശം ഒരു 20 ഇഞ്ചക്ഷൻ കിട്ടി. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.